ഞാൻ കുറച്ച് ദിവസത്തേക്ക് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് കുറവാണ്. നിങ്ങളിൽ കുറച്ച് പേര് എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് വന്നു. നിങ്ങൾ എന്നോട് ഇത്രയും കെയർ എടുത്ത് ചോദിക്കും, ഞാൻ എങ്ങനെ ഇതിന്റെ റീസൺ പറയാതെ. ഒരു സ്റ്റുഡന്റിന്റെ മനോവേദന നിങ്ങൾ മനസ്സിലാക്കണം. സ്കൂൾ അടച്ചു എന്നിട്ടും വെറുതെ വിടുന്നില്ല. ഇവിടെ എന്നെ അസൈൻമെന്റ് നോട്ട്സ് ഒക്കെ തന്ന് കൊല്ലുകയാണ് കൊല്ലുകയാണ്. നമുക്ക് കഴിഞ്ഞാൽ വിചാരിച്ചു ദൈവമേ 2 മാസം കിട്ടി അടിച്ചുപൊളി. ആദ്യത്തെ 1 മാസം ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് ആ വീട്ടില് വളരെ ജോളിയായി മര്യാദക്ക് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ. ബട്ട് അത് കഴിഞ്ഞു ഒരു യുദ്ധമായിരുന്നു ഗൈസ്, യുദ്ധം. പിന്നെ എനിക്ക് യൂട്യൂബിൽ വീഡിയോ കണ്ട മൂടൊക്കെ പോയി. ഇപ്പൊ ആ പോയ മൂഡ് വീണ്ടും തിരിച്ചു വന്നു. സോ ഞാൻ എന്റെ ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുകയാണ്. സാരി എടുത്ത് വന്നപ്പോ നിങ്ങൾ ആരും തെറ്റിയിരിക്കരുത് ഗൈസ്. ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീൽ ഇടാൻ പോയതായിരുന്നു. കൊറിയർ ചേട്ടൻ എന്നെ വിളിച്ചു, കൊറിയർ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൊറിയർ എടുക്കാനായി പോയി. വേറൊന്നുമല്ല, ഞാൻ ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഫ്ലിപ്കാർട്ടിലെ ചുമത്തിലൊട്ടിക്കുന്ന ഒരു വാൾപേപ്പർ വാങ്ങാം. സോ ഞാൻ ഇത് വാങ്ങിച്ചതാണ്. നിങ്ങൾ ഇപ്പോൾ വാൾപേപ്പറിന് ഒരു കുഴപ്പമില്ല, വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷേ എന്റെ കഴിവിനാണ് കുഴപ്പം, ഒട്ടിക്കാൻ എനിക്ക് കഴിവില്ല. സോ എനിക്ക് എന്നോട് തന്നെയുള്ള ദേഷ്യമാണ് നിങ്ങൾ കാണുന്നത്. സംഭവം ഒട്ടിച്ചു, എല്ലാം കറക്റ്റ് ആയിട്ടാണ് ഒട്ടിച്ചത്. പക്ഷേ ലാസ്റ്റ് ലുക്ക് നോക്കിയപ്പോ ഒട്ടിക്കൊട്ടിച്ചതിന്റെ എല്ലാ കുഴപ്പവും ഞാൻ ഒട്ടിക്കുമ്പോ തന്നെ അതിന്റെ ഉള്ളിലായിട്ട് ഏറെ കയറിയിട്ടുണ്ട്. ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ ഈ വെയിൻസ് ഒക്കെ ഇല്ലേ, അതുപോലെ ഇങ്ങനെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വില അങ്ങനെ ഉണ്ട്. അപ്പൊ ടോട്ടൽ ലുക്ക് പോയി. പക്ഷെ ദൂരത്ത് നോക്കുമ്പോ അതിന്റെ ഒരു പ്രശ്നമില്ല, അടുത്ത് നോക്കുമ്പോ ഫുള്ള് എന്തോ പോലെ.